ഇന്നത്തെ മലയാള പത്രങ്ങളിൽ വന്ന ഒരു ചെറിയ വാർത്ത, സത്യത്തിൽ അത് ചെറിയ വാർത്തയല്ല, വലിയ വാർത്ത ആകേണ്ടതാണ്. UDF-നെതിരെയാണ്, VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വാർത്തയിൽ ഒതുക്കി പ്രമുഖ മാധ്യമങ്ങൾ. ചില മാധ്യമങ്ങൾ അത് കണ്ടില്ല എന്ന് നടിച്ചു. ദൃശ്യമാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടേയില്ല. എന്താണ് വാർത്ത എന്നല്ലേ? വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ തിരിച്ചുവിട്ടു. ഇതാണ് മാതൃഭൂമിയിൽ വന്ന വാർത്തയുടെ തലക്കെട്ട്. നെടുമ്പാശ്ശേരി: കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ഇറക്കാതെ വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. പിന്നീട് കാലാവസ്ഥ സാധാരണ നിലയിലായതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തി. ആലുവ കാരുത്തോകുഴി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യാപിതാവ് വേലായുധൻകുട്ടിയെ സന്ദർശിക്കാനാണ് കൊച്ചിയിലെത്തിയത്. ഇതാണ് വാർത്ത. ഒന്നോ രണ്ടോ മാധ്യമങ്ങളിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്. ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്ററിൽ, സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ 2 തവണ പറന്നു കൊച്ചിയിലേക്ക്. ആദ്യം പോയപ്പോൾ ഇറങ്ങാൻ കഴിഞ്ഞില്ല, തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോയി, 2 തവണ പറന്നു. സ്വകാര്യ ആവശ്യത്തിന് സർക്കാർ ഹെലികോപ്റ്റർ, വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചു മുഖ്യമന്ത്രി. ഇതാണ് സംഭവം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. അന്ന് അത് വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയായ, നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അതേക്കുറിച്ച് കൊടുത്ത ഒരു വാർത്തയുണ്ട്. ഏഷ്യാനെറ്റ് 2023 ഓഗസ്റ്റ് 31: മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ, ദൂർത്തിൻ്റെ അങ്ങേയറ്റം, രൂക്ഷ വിമർശനവുമായി VD സതീശൻ. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാം. ഇതിപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വിവിധ ആളുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. അതിലൊരു എഴുത്ത് ഇങ്ങനെയാണ്: ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ മുഖ്യമന്ത്രി പോകുന്നത് ഹെലികോപ്റ്ററിൽ. പ്രിവിലേജുകൾ നീണാൾ വാഴട്ടെ, അമ്മായിയപ്പന്മാർ വേഗം സുഖം പ്രാപിക്കട്ടെ, ലോകം മുഴുവൻ സുഖം പകരാൻ ഹെലികോപ്റ്ററുകൾ താണു പറക്കട്ടെ എന്നാണ് ഒരു പോസ്റ്റ്. അതോടൊപ്പം തന്നെ മറ്റൊരു പോസ്റ്റും കൂടിയുണ്ട്. ആ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: 2026 മെയ് 18 വരെ മുഖ്യമന്ത്രിയുടെ ദൂർത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പ്രതീകമായിരുന്ന ഹെലികോപ്റ്റർ എത്ര പെട്ടെന്നാണ് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും കുടുംബസ്നേഹത്തിൻ്റെയും പ്രതീകമായി പരിണാമം പ്രാപിച്ചത്. എന്തൊരു മാതൃകാ ജീവിതമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ മനോരമയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതാണ് രസകരം. വലിയ ദൂർത്താണ് പിണറായി ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് അടച്ച തുക എത്രയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ആ ഹെലികോപ്റ്റർ പറന്നത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. എവിടെയെങ്കിലും ദുരന്തമുണ്ടായാൽ അവിടേക്ക് ഓടിയെത്തി. ചുരൽമലയിൽ നാം കണ്ടതാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വാടക ഹെലികോപ്റ്ററിൻ്റെ ചിത്രം. അതിനുശേഷം ആ വിമാനം പറന്നത് അവയവദാനത്തിന്, അവയവം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ആ ഹെലികോപ്റ്റർ, വാടക ഹെലികോപ്റ്റർ. പക്ഷെ ഒരു പ്രാവശ്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ സ്വകാര്യ ആവശ്യത്തിന് യാത്ര ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ മുഖ്യമന്ത്രി VD സതീശൻ അതേ വിമാനം ഉപയോഗിക്കുന്നു സ്വകാര്യ ആവശ്യത്തിന്. അതേസമയം ഇതേ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ഇത് മഹാദൂർത്താണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. മനോരമ ഒന്ന് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്നത് പോലെ ഒരു എറിഞ്ഞതാണ്. കാരണം ഈ വാർത്ത ചർച്ചയാകുമെന്ന് മനോരമയിലെ ജേർണലിസ്റ്റുകൾക്കറിയാം. VD സതീശൻ പറന്നത് 2 തവണ പറന്നത് അമ്മായിയപ്പനെ കാണാൻ. അതുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പിണറായി വിജയൻ്റെ കാലത്തെ മഹാദൂർത്തായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പിണറായി വിജയൻ്റെ തലയിലേക്ക് വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തത് എന്തിന് എന്ന ചോദ്യം ചോദിപ്പിക്കുക. അങ്ങനെ VD സതീശൻ്റെ ഈ പറക്കലിനെ രക്ഷപ്പെടുത്തുക, അതായിരുന്നു മനോരമയുടെ ലക്ഷ്യം എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ പറക്കൽ 2 തവണയാണ്, ഒരു തവണയല്ല, വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് അവഗണിച്ചിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കുമോ, ഇന്ന് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയ്ക്ക് വിഷയമാകുമോ എന്നതൊക്കെ നമുക്ക് കാണാനിരിക്കുന്നതേയുള്ളൂ. എന്നിരുന്നാലും ഇന്നലെയും ഇന്നുമായി ഈ വാർത്ത പരമാവധി മുക്കുകയാണ് ചെയ്തത് നമ്മുടെ മാധ്യമങ്ങൾ. നേരെ മറിച്ച് പിണറായി വിജയനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹത്തിന് സ്വകാര്യ ആവശ്യത്തിന് കണ്ണൂരേക്ക് വിമാനത്തിൽ പറന്നിരുന്നുവെങ്കിൽ, ഭാര്യാപിതാവിനെ കാണാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണാനോ പറന്നിരുന്നുവെങ്കിൽ ഇന്ന് മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും അടക്കമുള്ള മാധ്യമങ്ങളുടെ 1-ാം പേജിലെ വെണ്ടക്ക വാർത്തയാകുമായിരുന്നു. അന്തിച്ചർച്ച ഒരു ദിവസമല്ല, ദിവസങ്ങളോളം നീണ്ടു നിന്നേനെ നമ്മുടെ പ്രമുഖ ദൃശ്യ മാധ്യമങ്ങളിൽ. അതാണ് കരുതൽ.
UDFിനോടുള്ള കരുതൽ മാത്രമല്ല, ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ UDFിൻ്റെ ഘടകകക്ഷികളാണ് എന്ന് നേരത്തെ ആരോപണമുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നു ഈ വാർത്താ വിന്യാസവും.